ഹായ്, ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റിലൊരു കടലപ്പായസം തയ്യാറാക്കി നോക്കിയാലോ. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ്, ഒരല്പ സമയം ഉണ്ട്. അതിലേക്ക് ഞാൻ 1/2 കിലോ കടലപ്പരിപ്പ് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്കിട്ട് ഒരല്പം ഉപ്പ് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് വേവിക്കാൻ വെച്ചു. ആ സമയത്തേക്ക് ഞാൻ 1/2 കിലോ കടലയ്ക്ക് 1 കിലോ ശർക്കര ഞാൻ ഇതുപോലെ ഒന്ന് അലിയിച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ഒരു 3 തേങ്ങയാണ് ഞാൻ മീഡിയം സൈസ് അത് തിരുകി ആദ്യം മിക്സിയിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്നാം പാല് ഇങ്ങനെ തയ്യാറാക്കിയെടുത്ത് ഒന്നാം പാല് തയ്യാറാക്കിയിട്ട് അത് പിഴിഞ്ഞ് അത് വീണ്ടും ആ കൊത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഒരു 4 ഗ്ലാസ് വെള്ളം ചേർത്ത് അതിനെ ഒന്ന് അരച്ചെടുത്ത് അതിനെ ഞാൻ രണ്ടാം പാലായിട്ട് തയ്യാറാക്കിയെടുത്ത്. കാരണം കടല ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ വെള്ളത്തിൻ്റെ അളവ് വേണ്ടി വരും, കടല കുറുകി വരും. അതുകൊണ്ടാണ് ആദ്യം 1 ഗ്ലാസ് ഒന്നാം പാലും രണ്ടാം പാലും ഒരു 4 ഗ്ലാസ് ഞാൻ തയ്യാറാക്കി. പിന്നെ ശർക്കര പാനിയുണ്ട്, അതും കൂടെ ആകുമ്പം ഈ കടലയ്ക്ക് അത് കറക്റ്റായി വരും. പിഴിഞ്ഞെടുക്കുന്ന ഈ തേങ്ങയുടെ പീരയുണ്ടല്ലോ അത് കളയരുത്, ഉണക്കിയാൽ നമുക്കത് പുറം തേക്കാൻ എടുക്കാം. പണ്ടൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് അമ്മ ഇതുപോലെയൊക്കെ പുറം തേക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ വെന്ത ഈ കടല ചെറു ചൂടോടെ തന്നെ നന്നായിട്ടങ്ങ് ഉടച്ചെടുക്കണം കുക്കറിൽ വെച്ച്. അതിൻ്റെ കടല നന്നായിട്ട് അതിൽ ഉടഞ്ഞു ചേരണം. എന്നിട്ട് നമുക്ക് പായസം തയ്യാറാക്കുന്ന പാത്രം വെച്ച് ചൂടാകുമ്പോൾ ഒരു 3 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ആദ്യം കുറച്ച് കാഷ്യൂ നട്ട്സ് നമുക്കിങ്ങനെ വറുത്ത് മാറ്റി വയ്ക്കാം. അത് വറുത്ത് മാറ്റിയിട്ട് അതിലേക്ക് തന്നെ കുറച്ച് മുന്തിരിങ്ങയും കൂടെ വറുത്ത് കോരി മാറ്റണം. അത് വറുത്ത് കോരിയിട്ട് ബാക്കി വരുന്ന നെയ്യിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ചു വെച്ച കടല ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. കംപ്ലീറ്റ് കടലയുടെ പച്ച മണം മാറി കടല നന്നായിട്ട് അതിൽ കിടന്ന് മൂക്കണം. വേറെ നെയ്യൊന്നും ചേർക്കണ്ട. തീ ഒരു മീഡിയം ടു ലോ ആ രീതിയിലേക്ക് മാറ്റണം. ഇത് മൂത്ത് വരുമ്പം കടല ഇങ്ങനെ ഫ്രീ ആയി പറക്കുന്നത് പോലെ നമുക്ക് തോന്നും, ഒട്ടും വെയിറ്റ് ഇല്ലാതെ വരും. ആ സമയത്തേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചേക്കുന്ന രണ്ടാം പാല് ചേർത്ത് കടലയും പാലും തമ്മിൽ നന്നായിട്ട് കഷ്ണം അതിൻ്റെ കട്ടകളില്ലാതെ മിക്സാക്കി ചേർക്കണം. ഇതുപോലെ നന്നായിട്ട് മിക്സാക്കുക. എന്നിട്ട് നമ്മൾ ചവ്വരി വേവിക്കാനായിട്ട് ഒന്ന് തിളപ്പിച്ച് അടച്ചു വെച്ച ചവ്വരി സമയമാകുമ്പോഴത്തേക്ക് ഇതുപോലെ വെന്തിരിക്കും. ആ ചവ്വരി സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഇളക്കുക. അത് വെന്ത് കുറുകി വരുന്ന സമയമാകുമ്പം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ശർക്കര പാനി ഇതിലേക്ക് അരിച്ചൊഴിച്ചു കൊടുക്കുക. 1 കിലോ ശർക്കരയുടെ പാനി ഇതിലേക്ക് വേണം, എന്നാലേ മധുരം കറക്റ്റ് ആകത്തുള്ളൂ. അതും കൂടെ ചേർത്ത് നന്നായിട്ട് പായസം ഇളക്കി അത് കുറുകി വരുമ്പോൾ 1 സ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കാം. അതും ചേർത്ത് അത് വീണ്ടും കുറുകി വരുമ്പോൾ നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സും മുന്തിരിങ്ങയും ചേർക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാലും ചേർത്ത് കഴിയുമ്പോൾ പിന്നെ തിളയ്ക്കേണ്ട, സൈഡിലോട്ട് തിള വരുന്ന സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫാക്കി എടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള കടലപ്പായസം റെഡിയാകുന്നതാണ്. കടലപ്പായസം ചെയ്യുകയാണെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കൂ, വളരെ ടേസ്റ്റിയാണ്. ഇതിങ്ങനെയാണ് സദ്യയ്ക്കൊക്കെ തയ്യാറാക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.